ചെയ്യാനായിട്ട് ദൈവം നമുക്ക് നൽകും. हमेशा हमें ये बात को ध्यान रखना है कि परमेश्वर की उपस्थिति में जो समय हमें आज मिलता है, जरूरी नहीं है कि हमें कल वो प्राप्त हो जाएगी। ദൈവസന്നിധിയിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഈ സമയം എല്ലാ ദിവസവും വീണ്ടും നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ലഭിക്കുമെന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പില്ല. और इसलिए हमें बात का निश्चित रखना है कि आज जो हमें समय मिला है, वो समय को हमारे जीवन में बहुत अच्छे रीति से हमें उपयोग करना है। അതുകൊണ്ട് നമ്മൾ ഉറപ്പാക്കുക, നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഈ സമയം നമുക്ക് ഏറ്റവും വിലപ്പെട്ടതായതുകൊണ്ട് നാം അത് ഏറ്റവും വിലപ്പെട്ടതായി തന്നെ ഉപയോഗിക്കുക. ऐसा ना हो कि हमारे जीवन में मिलने वाले समय को हम व्यर्थ गवा दे और कल के दिन में हमें पछताना पड़े। നമുക്ക് ലഭിക്കുന്ന സമയത്തെ നമ്മൾ ഉപയോഗിക്കാതെ നാളത്തെ ദിവസം നമ്മൾ ഇന്നത്തെ ദിവസത്തെ ഓർത്ത് നിരാശപ്പെടുവാൻ ഇടവരുത്തരുത്. आमीन, प्रेज द लॉर्ड। आज आमीन हमारे जीवन में आमीन एक संडे, एक रविवार का दिन प्रभु ने दिया, आराधना का दिन है। हम सब लोग आमीन अपने अपने कलीसियाओं में जाने के लिए तैयारी में है, ये मैं जानता हूँ। ഇന്ന് ഞായറാഴ്ച പകൽക്കാലം ദൈവം നമുക്ക് തന്നു. എനിക്കറിയാം, ഇന്നത്തെ ഞായറാഴ്ച പകൽക്കാലം എല്ലാവരും അവരവരുടേതായ സഭയിൽ പോകുവാൻ വേണ്ടിയുള്ള തിരക്കിലായിരിക്കും. लेकिन ये बात को भी हम ध्यान में रखना जरूरी है, कि जैसे पिछले समय की माहौल है, वैसे हमारे शायद इस महाराष्ट्र में ऐसा एक माहौल अब आगे की ओर नहीं हो सकता। നമ്മളൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്ന സമയങ്ങൾ പോലെ ആയിരിക്കത്തില്ല ഈ വരുന്ന ദിവസങ്ങളിൽ. आमीन, पिछले समयों में जितने स्वतंत्रता को हमने अपने जीवन में प्राप्त किया है, शायद आने वाले दिनों में वैसे एक स्वतंत्रता हमें शायद हासिल नहीं होगी। കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യം അത് ഇനി വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് ഒരു ഉറപ്പില്ല. लेकिन जो कुछ भी हो, हमें एक बात का दृढ़ विश्वास है, जैसे आमीन प्रभु के दास ने भाई बहन ने जब शुरुआत में जब गीत गाने से पहले जो योशुआ 1:9 में पढ़ा था कि हिया बांध आमीन दृढ़ रहे, तुम्हारा मन कच्चा ना हो। ആമേൻ. എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പുണ്ട്, ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ ബ്രദർ ബെന്ന് പറഞ്ഞ ഒരു കാര്യം, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട്, ഉറപ്പുള്ളവനായും ധൈര്യമുള്ളവനായിരിക്കെ, നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. इसलिए हमें बात को ध्यान रखना है कि हमारा परमेश्वर हमारे साथ में है, इसलिए हमें किसी बात का भय नहीं आना है। അതിനാൽ നമ്മൾ ഒരു കാര്യം ഉറപ്പുള്ളവരായിരിക്കുക, നമ്മൾ പോകുന്നിടത്തൊക്കെയും ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട. आमीन। आज के वचन मनन के लिए हम अपने बाइबलों को खोलेंगे, एक आयत को पढ़ेंगे। डैनियल की नबी की पुस्तक, उसके 9 अध्याय, उसके 23वें वचन को हम देखते हैं। ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23. वहां पर इस प्रकार लिखा हुआ है, डैनियल 9:23 में, जब तू गिड़गिड़ा कर विनती करने लगा, तब ही इसकी आज्ञा निकली, इसलिए मैं तुझे बताने आया हूँ, क्योंकि तू अति प्रिय ठहरा है, इसलिए उस विषय को समझ ले और दर्शन की बात का अर्थ जान ले। ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു, അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. आमीन। ये बात को हम अच्छे रीति से जानने वाला एक अध्याय है कि डैनियल अपने लोगों के लिए प्रार्थना और उपवास के लिए समय को हटाते हैं। ഈ അധ്യായം നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു അധ്യായമാണ്. ദാനിയേൽ തന്റെ ജനത്തിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. आमीन। डैनियल को के बारे में हम जानते हैं, हिब्री बालक थे वे लोग, उसके साथ और भी उसके साथी थे, वे लोग
बंधुआई में पकड़ कर ले आए हुए लोग थे। एक तरह से देखा जाए तो इनका जीवन सुरक्षित है, इनका जीवन बहुत अच्छे से वे आगे ले चल रहे हैं। ദാനിയേലിനെയും തന്റെ കൂടെയുള്ള ജനത്തെക്കുറിച്ച് നമുക്കറിയാം. അവർ അവരെ രാജാവ് അവിടുന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് വന്നു എങ്കിലും ദാനിയേലിന്റെ ജീവിതം മറ്റുള്ളവരെ പോലെയല്ല. ദാനിയേലിന്റെ ജീവിതം നല്ല സുരക്ഷിതമായി സുഖകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. लेकिन ऐसी अवस्था में भी हम ये बात को जानना ज़रूरी है कि डैनियल को अपने लोगों के प्रति, अपने जनों के प्रति एक बोझ और एक प्रार्थना का एक अनुभव उसके जीवन में हमेशा बना रहता था। അവൻ എങ്കിലും തന്റെ ജീവിതം സുരക്ഷിതമായി പോകുന്നു എങ്കിലും തനിക്ക് തന്റെ ജനത്തെക്കുറിച്ചുള്ള വേദനയാൽ താൻ ജനത്തിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. और इसी के कारणवश उस 9वें अध्याय की शुरुआत की आयतों में आप पढ़ते हैं, तो ये बात को जानते हैं कि डैनियल अपने लोगों के लिए प्रार्थना कर रहा है। 9-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ പഠിക്കുമ്പോൾ നമുക്കറിയാം ദാനിയേൽ തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. और आई मीन उसके पहले आयतों को, दूसरे आयतों को आप पढ़ते हैं, तो वहाँ पर ये बात को देखते हैं कि यरूशलेम की उजड़ी हुई दशा के लिए यहोवा से वे लोग आमीन प्रार्थना और विनती कर रहे हैं। അതിന്റെ 2-ാം വാക്യം നോക്കുമ്പോൾ നമുക്കറിയാം യെരൂശലേമിന്റെ ശൂന്യ അവസ്ഥ കണ്ടുകൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത്. तीसरे आयत में लिखता है कि तब मैं अपना मुख परमेश्वर की ओर करके गिड़गिड़ाहट से के साथ प्रार्थना करने लगा और उपवास कर, टाट पहन, राख में बैठकर वरदान मांगने लगा। 3-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. हम पहले आपको बताए कि डैनियल की अवस्था है, तो आप देखें तो वे अच्छे से अच्छे सुख के साथ, अच्छे अवस्था में, अच्छे पदवी में नौकरी कर रहे हैं। यद्यपि वे गुलाम हैं, लेकिन उनकी आज की परिस्थिति में कोई उतना तकलीफ उनको महसूस नहीं होता। ആമേൻ. ദാനിയേല് അടിമയായി പിടിച്ചുകൊണ്ട് വന്നുവെങ്കിലും തനിക്ക് നല്ലൊരു ഉപജീവന മാർഗമുണ്ട്. തനിക്ക് നല്ല സുഖകരമായി ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. എന്നാൽ തനിക്ക് അവിടെ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. और इसी के इतना सब कुछ होने के बावजूद भी डैनियल के जीवन को हम देखें तो एक दृढ़ संकल्प उसके जीवन में रहा कि हम अपने लोगों के लिए, अपने देश के लिए हमें प्रार्थना और उपवास और टाट पहनकर परमेश्वर के पास बैठने का एक समय निकट आया है। അവന്റെ ജീവിതത്തിൽ എല്ലാവിധമാകുന്ന സുഖ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അവൻ തന്റെ ജനത്തെക്കുറിച്ച് ഒരു നിശ്ചയമുണ്ടായിരുന്നു. ജനത്തിന്റെ വിഷയത്തെ ഓർത്ത് അവൻ പ്രാർത്ഥിക്കുകയും രട്ടിലും വെണ്ണയിലും ഇരുന്ന് ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം അവനുണ്ടായിരുന്നു. परमेश्वर के प्रिय लोगों, आज मेरे और आपके जीवन में भी परमेश्वर का वचन में से यही बातों को हम आपको बताने के लिए इच्छा कर रहे हैं। ദൈവജനമേ, ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ നിന്നും ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. आमीन। हम अपने जीवन में हमारी दशा कैसे भी क्यों ना हो, हम आज बड़े आराम से, बड़े आज़ादी के साथ प्रभु की आराधना, स्तुति कर पाते होंगे, लेकिन हमारे ऐसे जैसे लोग जो प्रभु की सेवा कर रहे हैं, उनकी परिस्थिति को देखकर क्या हम प्रभु के पास समय निकालने के लिए तैयार होते हैं? നമ്മുടെ ജീവിതത്തിൽ എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ലഭിച്ചു സന്തോഷകരമായ ഒരു ജീവിതം ആയിരിക്കാം എങ്കിലും നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആമേൻ കർത്താവിന്റെ വേലയിൽ അവർ കഷ്ടപ്പെടുന്നത്, അവർ വേദന അനുഭവിക്കുന്നതിനെ കുറിച്ച് ഈ നാളുകളിൽ നമ്മൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരുക്കമുള്ളവരാണോ? आमीन। इसी प्रकार हम नहम्याह के जीवन में भी हम देखते हैं कि नहम्याह भी बंधुआई में पकड़ कर ले गए हुए में से थे, लेकिन नहम्याह के बारे में पहले अध्यायों में हम पढ़ते हैं कि अपने देश की उजड़ी हुई दशा को, अपने लोगों की दशा को देखकर वचन कहता है कि कई दिन तक वे रोते और प्रार्थना करते रहा।
ഇതുപോലെയാണ് നെഹമ്യാവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. നെഹമ്യാവിനെയും അവനെ പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോയതായിരുന്നു. എങ്കിലും അവിടെ ആയിരിക്കുമ്പോഴും തന്റെ ജനത്തിന്റെ അവസ്ഥയും ആ യെരൂശലേമിന്റെ വീഴ്ചയും കണ്ടുകൊണ്ട് അവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. आमीन। आज सुबह के समय में हमारे मन में एक दृढ़ संकल्प उठने पाए कि मैं आमीन मेरे लोगों के लिए प्रार्थना करूंगा, मैं अपने लोगों के लिए उपवास लूंगा, क्योंकि ये आमीन जो विषय वे लोग आज अनुभव कर रहे हैं, ये मेरा भी समस्या है, ये मेरी भी विषय है। ഇന്ന് പകൽക്കാലം നാം ഒരു കാര്യം തീരുമാനിക്കണം, ചിന്തിക്കണം. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ കഷ്ടപ്പെടുന്നത്, അവരുടെ വേദനകൾ, അവരുടെ കഷ്ടതകൾ അത് നമ്മുടേതാണെന്ന് ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നാം ഒരുക്കമുള്ളവരായിരിക്കുക. डैनियल को यहाँ पे हम देखते हैं कि डैनियल एक आमीन संकल्प लेने वाला, एक निश्चय रखने वाला व्यक्ति रहा कि आमीन अपने देश के लोगों के विषय में सोचते हुए वे प्रभु के पास आमीन केवल प्रार्थना नहीं, परंतु वचन लिखता है उपवास के साथ टाट पहनकर राख अपने ऊपर डालकर आमीन ऐसी एक दशा में वो प्रार्थना करने के लिए तैयार हुआ। ദാനിയേലിന്റെ ആ തീരുമാനം ഉറപ്പുള്ളതായിരുന്നു. തന്റെ ജനത്തിന് വേണ്ടിയുള്ള തന്റെ ദുഃഖം വെറും പ്രാർത്ഥനയല്ല, അവൻ ഉപവസിക്കുകയും രട്ടിലും വെണ്ണീരിലും ഇരുന്നു കൊണ്ട് അവൻ യഹോവയോട് അപേക്ഷിക്കുകയും രാജാവിനോട് പോലും സംസാരിക്കുവാൻ അവൻ ഒരുക്കമുള്ളവനായിരുന്നു. आप ये बात को जानते हैं कि पुराने नियम में ये बात बड़े स्पष्टता से बताया जाता है कि टाट पहनना, राख अपने ऊपर डालकर ऐसे प्रार्थना करने का पीछे का लक्ष्य क्या है, या ऐसे प्रार्थना करने के पीछे की आमीन कारण क्या-क्या रहता है। നമുക്കറിയാം, പഴയ നിയമത്തില് അവർ ഉപവാസത്തിന് ഇരിക്കുമ്പോൾ ഈ രട്ടിലും വെണ്ണീര് ശരീരത്തിൽ ഇട്ടും കൊണ്ട് ഉപവസിക്കുന്നതിന്റെ കാരണം, അതിന്റെ ഉദ്ദേശം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് പഴയ നിയമം. पुराने नियम में हम देखते हैं, दाऊद के जीवन में हम देखते हैं, जब भी उन्होंने आमीन पाप करते थे परमेश्वर के सामने या अपने लोगों के बीच में, जब भी ऐसी अवस्थाओं में जाता था, दाऊद तुरंत अपने वस्त्र फाड़कर यहोवा के सम्मुख जाकर आमीन ऐसी एक दशा में प्रार्थना और विनती करने वाली एक अवस्था को हम देखते हैं। ദാവീദിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് പാപം ചെയ്തു, അവൻ അതിനെക്കുറിച്ച് ബോധമുള്ളവനായി തീരുമ്പോൾ തന്റെ പശ്ചാത്താപത്താൽ താൻ തന്റെ വസ്ത്രത്തെ കീറി അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് നിലവിളിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. दाऊद एक राजा होने के बावजूद अपने राज वस्त्रों को हटाकर ऐसी एक दशा में प्रभु की उपस्थिति में जाना, इसका अर्थ ये बताता है कि अपने जीवन को, अपने जीवन के सब कुछ को छोड़कर वो प्रभु के पास खाली रूप में जाने के लिए, वो प्रभु के पास ऐसे समर्पण के साथ जाने के लिए वे लोग तैयार थे। ദാവീദ് രാജാവായിരുന്നു എങ്കിലും തന്റെ രാജവസ്ത്രം ഉപേക്ഷിച്ച് താൻ ദൈവസന്നിധിയിൽ ഒന്നും ഇല്ലാത്തവനെന്ന് സമർപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതം ഒരു സാധാരണ ജീവിതമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. मोर्देकाई के जीवन में हम देखते हैं कि जब हामान के द्वारा जब सारे यहूदियों को नष्ट करने की आज्ञा निकाली गई, ऐसे जब वो जान पड़ा, तो आमीन वचन बताते हैं कि वो शहर के बीचों बीच आकर खड़े रहकर अपने वस्त्रों को फाड़ कर, टाट पहनकर, राख अपने ऊपर उड़ाकर जोर जोर से वे चिल्लाते हैं। മൊർദെഖായിയുടെ ജീവിതം നമുക്കറിയാം. ഹാമാൻ മൂലം അവർക്ക് വലിയൊരു പീഡനം കടന്നു വന്നപ്പോൾ അവൻ തന്റെ വസ്ത്രം ഉപേക്ഷിച്ചിട്ട് താൻ രട്ടുടുത്ത് വെണ്ണീർ വാരി ശരീരത്തിൽ ഇട്ടുകൊണ്ട് അവൻ ഗേറ്റിന്റെ മുൻപ് വന്നിരുന്ന് അവൻ ഉറക്കെ നിലവിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ നിലവിളിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. और तुरंत वचन में बताते हैं कि एस्तर ने मुर्दकाई के लिए वस्त्र को बेचता है, लेकिन वे मना कर देते हैं, कहते हैं कि यदि तू इस समय में चुपचाप रहे तो यहूदियों के लिए परमेश्वर छुटकारा कहीं और से ले आएगा, लेकिन तू और तेरा घराना नष्ट हो जाएगा।
ആമേൻ. എന്നാൽ ഉടനെ നമ്മൾ കാണുന്നത് എസ്ഥേർ തനിക്ക് വേണ്ടി മൊർദെഖായിക്ക് വേണ്ടി വസ്ത്രം ഒരുക്കി കൊണ്ടുവരുമ്പോൾ ആ മൊർദെഖായി എസ്ഥേറിനോട് പറയുന്നത്, ആമേൻ, നീ ഈ സമയം മിണ്ടാതിരുന്നാൽ യഹൂദന്മാരുടെ രക്ഷ വേറെ എവിടെ നിന്നെങ്കിലും ദൈവം കൽപ്പിക്കും, എന്നാൽ നീയും നിന്റെ പിതൃകുടുംബവും നാശത്തിലേക്ക് പോകുമെന്ന് എസ്ഥേറിനോട് പറയുന്നത് കാണുവാൻ കഴിയും. आज सुबह के समय में मेरे प्रिय लोगों, हम प्रभु की उपस्थिति में जाने के समय हो सकता है हमारे जीवन में कई ऐसे, आमीन हालेलुया, ऐसे बातें आ सकती है जो हमारे लक्ष्य से, हमारे संकल्प से हमें हटाने के लिए, हमें विचलित करने वाली बातें हमारे जीवन में आ सकती हैं, लेकिन जो दृढ़ संकल्प हमने लिया है उसी में से हमें कभी भी पीछे नहीं मुड़ना चाहिए। പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ എടുത്ത ആ തീരുമാനം അല്ലെങ്കിൽ നമ്മുടെ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ പലവിധമാകുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നെന്ന് വരാം. പക്ഷേ നമ്മൾ ദൈവസന്നിധിയിൽ എടുത്ത ആ ഉറപ്പ് അല്ലെങ്കിൽ ആ തീരുമാനത്തിൽ നമ്മൾ നിശ്ചയമുള്ളവരായി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. डैनियल को हम देखते हैं कि डैनियल अपने परमेश्वर की उपस्थिति में अपने लोगों के लिए, अपने देश के लिए, आमीन, एक दृढ़ निश्चय के साथ, एक संकल्प के साथ वे जा रहे हैं कि मैं उपवास करूंगा, प्रार्थना करूंगा, अपने देश को, आमीन, मैं बदलता हुआ देखूंगा। ആമേൻ. ദാനിയേലിനെ നോക്കുമ്പോൾ ദാനിയേൽ ദൈവസന്നിധിയിൽ, ആമേൻ, തന്റെ ജനത്തിനു വേണ്ടി അവൻ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ തന്റെ ജനത്തിനു വേണ്ടി അപേക്ഷിക്കുമ്പോൾ അവൻ ഉറപ്പുള്ളവനായി, ഒരു ധൈര്യമുള്ളവനായി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച സമർപ്പണത്തോടുകൂടെ അവൻ നിൽക്കുന്നത് കാണുവാൻ കഴിയും. आगे की आयतों में हम देखें, उसके 17वें आयत से लेकर हम आमीन 19वें आयत में सब हम पढ़ते हैं, तो डैनियल का प्रार्थना का तीव्रता को बढ़ाते हुए डैनियल प्रार्थना करता है। ആമേൻ. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് തന്റെ പ്രാർത്ഥനയുടെ തീവ്രത ഏറ്റവും വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. आमीन। उसके 19वें आयत में हम पढ़ते हैं कि वहां पर डैनियल कह रहा, हे प्रभु सुन ले, हे प्रभु पाप क्षमा कर, हे प्रभु ध्यान देकर जो करना है उसे कर, विलंब ना कर। അതിന്റെ 19 വാക്യം, ദാനിയേൽ 9:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ കേൾക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ, എന്റെ ദൈവമേ നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുതേ, നിന്റെ നാമം വിളിച്ചിരിക്കുന്നുവല്ലോ. आमीन, प्रेज द लॉर्ड। परमेश्वर के लोगों, आज आमीन कलीसिया को, आज हम में से एक एक लोगों को परमेश्वर के पास, आमीन, हमारे जीवन को ही समर्पित करते हुए, हमारे आमीन हालेलुया, आमीन, अवस्था जिस भी प्रकार का हो उसी को सब छोड़कर परमेश्वर के पास जिस प्रकार से आना है उसी प्रकार से आकर प्रभु के हाथों में अपने जीवन को नम्र करना बहुत जरूरी है। പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥകൾ എന്തുമാകട്ടെ, ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ അവസ്ഥകളല്ല, ആമേ, ദൈവസന്നിധിയിൽ വരേണ്ട രീതിയിൽ എങ്ങനെ കടന്നു വരണമോ, ഏത് രീതിയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കണമോ ആ രീതിയിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരേണ്ടത് ഇന്ന് പകൽക്കാലം ആവശ്യമായിരിക്കുന്നു. और डैनियल प्रार्थना उसी में हमने 19 में देखा, हे प्रभु सुन ले, हे प्रभु पाप क्षमा करना। ആമേൻ. ഇവിടെ 19 വാക്യത്തിൽ പറയുന്നു, കർത്താവേ കേൾക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. आमीन, प्रेज द लॉर्ड, हालेलुया। दानियेल आमीन केवल अपने ही विषय को नहीं, अपने लोगों के लिए भी परमेश्वर की उपस्थिति में जाकर गिड़गिड़ा कर कहता है, हे प्रभु हमारे लोगों के भी पापों को क्षमा कर प्रभु। ദാനിയേൽ ദൈവസന്നിധിയിൽ ചെന്ന് നിന്നുകൊണ്ട് ആമേൻ നിലവിളിക്കുന്നത് തന്റെ വിഷയത്തിന് വേണ്ടി മാത്രമല്ല, ആമേൻ, ദൈവമേ ഞങ്ങളുടെ എന്റെ ജനത്തിന്റെ പാപവും ക്ഷമിക്കണമേ എന്ന് അവൻ ദൈവത്തോട് നിലവിളിക്കുന്നു. आज आमीन सुबह के समय में हम अपने जीवन की ओर देखना है कि आमीन हम प्रार्थना तो करने वाले हैं, हम प्रार्थना आमीन निरंतर करते होंगे, लेकिन क्या हमारी प्रार्थना में एक व्यक्तिगत अनुभव में हम जाते हैं या एक सामूहिक अनुभव में हम लोगों के लिए भी प्रार्थना करने के लिए तैयार होते हैं क्या? ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളാണോ അതോ സാമൂഹികപരമായി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണോ?
आमीन, प्रेज द लॉर्ड। हाले मैंने शुरुआत में कहा, नेहमिया ने अपने लिए नहीं, अपने लोगों को याद करते हुए प्रार्थना किया। ഞാൻ ആരംഭത്തിലും പറഞ്ഞു, നെഹമ്യ പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടി അല്ലായിരുന്നു, തന്റെ ജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. मोर्दकाई ने अपने लिए नहीं, आमीन, अपने आमीन नाश होने वाले यहूदी समाज के लिए आमीन उस शहर के बीचों बीच आकर खड़े रहकर प्रार्थना करता है। ആമേൻ. മൊർദെഖായി പ്രാർത്ഥിച്ചത് തനിക്ക് വേണ്ടിയല്ല, നാശത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ വേണ്ടി പദ്ധതിയിട്ടിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടിയാണ് അവൻ ആ ഗേറ്റിന്റെ മുൻപിൽ അല്ലെങ്കിൽ ആ പട്ടണവാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് അവൻ നിലവിളിക്കുന്നത്. यहाँ पर डैनियल को भी हम देख रहे हैं कि डैनियल परमेश्वर के लोगों को देखकर वो अपने जीवन को प्रभु के हाथों में जैसे समर्पण करना है वैसे समर्पण करते हुए प्रार्थना करता है, परमेश्वर हमारे पापों को क्षमा कर। ഇവിടെ ദാനിയേലും തന്റെ ജനത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നത് തന്നെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് താൻ ആയിരിക്കേണ്ട അവസ്ഥ സമർപ്പിച്ചുകൊണ്ട് ജനത്തിന് വേണ്ടി ജനത്തിന്റെ പാപം ക്ഷമിക്കുവാൻ വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു. आमीन। दूसरी बात हम डैनियल के जीवन से देखना है कि डैनियल अपने जीवन में एक समर्पित एक व्यक्ति रहा। രണ്ടാമത് ദാനിയേലിന്റെ ജീവിതത്തെ നമ്മൾ ഒന്ന് നോക്കാമെങ്കിൽ ദാനിയേല് ഒരു സമർപ്പിക്കപ്പെട്ട ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. आमीन। उसके तीसरे आयत की ओर हम जाएंगे, वहां पर 9 का 3 में हम देखते हैं, तब मैं अपना मुख परमेश्वर की ओर करके गिड़गिड़ाहट के साथ प्रार्थना करने लगा, उपवास कर, टाट पहन, राख में बैठकर वरदान मांगने लगा। मैंने अपने परमेश्वर यहोवा से इस प्रकार प्रार्थना की और पाप का अंगीकार किया, हे प्रभु तू महान और भय योग्य परमेश्वर है, और जो अपने प्रेम रखने और आज्ञा मानने वालों के साथ अपनी वाचा को पूरा करता और करुणा करता रहता है। അതിന്റെ 9-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയവും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ യഹോവയായ കർത്താവേ. आमीन, प्रेज द लॉर्ड। डैनियल को कैसे ये पता रहा कि ये परमेश्वर जो है वो महान और भय योग्य परमेश्वर, अपने प्रेम रखने वालों का अपने प्रेम रखने वाले और आज्ञा मानने वालों के साथ वाचा को पूरा करता और करुणा करता रहता, ये कैसा डैनियल को पता था? ആമേൻ. ദാനിയേലിന് എങ്ങനെയാണ് മനസ്സിലായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവം എന്നെങ്ങനെയാ മനസ്സിലായത്? आमीन। दूसरे आयत के उस भाग में भी लिखा है, मुझ डैनियल ने शास्त्र के द्वारा समझ लिया कि परमेश्वर की उजड़ी हुई यरूशलेम की उजड़ी हुई दशा यहोवा के उच्च वचन के अनुसार जो यिर्मयाह नबी के पास पहुंचा था, आमीन, हुआ है। നമുക്ക് അതിന്റെ 2-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയും, ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യ അവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. आमीन, प्रेज द लॉर्ड, हालेलुया। वचन में लिखा है कि उसने शास्त्र को या प्रभु का वचन को पढ़ने वाला एक व्यक्ति था वो। ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നത് അവൻ ദൈവത്തിന്റെ വചനം പഠിക്കുന്നവനായിരുന്നു. आमीन, हालेलुया। मलयालम में भी बताया है कि वो पुस्तक में से उसने उसको जान लिया था। അതെ, ഇവിടെ മലയാളത്തിൽ നമ്മൾ കാണുന്നതും പുസ്തകങ്ങളിൽ നിന്നും അവൻ ഗ്രഹിച്ചു എന്ന. आमीन, प्रेज द लॉर्ड, हालेलुया। उसका अर्थ इतना ही है प्रियो कि डैनियल केवल वर्तमान में जीने वाला एक व्यक्ति नहीं था, परंतु आमीन युगान युग रहने वाला वो परमेश्वर के बारे में जानने के लिए, समझने के लिए वे कोशिश करने वाला और उसके लिए प्रयत्न करने वाला एक समर्पित जीवन उसका रहा है।
ആമേൻ. ദാനിയേൽ കേവലം വർത്തമാന കാലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. യുഗങ്ങൾക്ക് മുമ്പ് കർത്താവിനെ കുറിച്ചുള്ള ആ അരുളപ്പാടുകൾ, യുഗങ്ങൾക്ക് മുമ്പുള്ള കർത്താവിന്റെ പ്രവർത്തികൾ, ആ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെ കുറിച്ച് അവൻ അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. परमेश्वर के लोगों, हम अपने जीवन की ओर हमें जांचना जरूरी है कि ये 66 पुस्तक वाला ये जो वचन, ये बाइबल जो हमें आज प्रभु की उपस्थिति में हम पाए हैं, इसको हम किस प्रकार उपयोग कर रहे हैं। പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഈ 66 പുസ്തകമുള്ള ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിച്ചിരിക്കുന്നതിനെ നമ്മൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? आमीन। डैनियल के समय में ये सारे पुस्तक तो नहीं होंगे, केवल कुछ शास्त्रों का, कुछ इतिहास की बातें को आमीन संग्रहित किया हुआ कुछ कुछ किताबें उसके पास रहा होगा, लेकिन उसे भी पढ़ने के लिए, उसमें से परमेश्वर का इच्छा जानने के लिए दानियेल अपने जीवन में एक समर्पण की आत्मा को वो रखता था। പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ സമയത്ത് ഇതുപോലെ 66 പുസ്തകങ്ങൾ ലഭ്യമല്ലായിരുന്നു. ചില പുസ്തകങ്ങൾ, ചില ചരിത്ര പുസ്തകങ്ങൾ, ചിലത് മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും അതിനെക്കുറിച്ച് ഗ്രഹിക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുന്ന വ്യക്തിയായിരുന്നു ദാനിയേൽ. आमीन, प्रेज द लॉर्ड। आज ये सारे संपूर्ण आमीन वचन जो आज हमारे पास इतने आसानी से हर एक भाषा में उपलब्ध किया जाने के बावजूद भी, क्या हम आज प्रभु को आमीन, प्रभु की इच्छाओं को, परमेश्वर की वायदाओं को, परमेश्वर ने देने वाले चेतावनियों को क्या हम अपने जीवन में समझ पा रहे हैं क्या? ഈ സമ്പൂർണ്ണ ബൈബിൾ നമ്മുടെ കരങ്ങളിലേക്ക് വിവിധ ഭാഷകളിൽ, ഏത് ഭാഷയിൽ വേണമോ അതേ ഭാഷയിൽ നമുക്ക് ലഭ്യമായിരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുവാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനും നമ്മൾ തയ്യാറാണോ? आमीन, प्रेज द लॉर्ड। क्या उसी के लिए एक समर्पण हमारे जीवन में है कि मैं प्रभु का वचन को मैं पढ़ने के लिए मैं तैयार हूँ, मैं वचन पढ़ने के लिए मैं समय को निकालूंगा, ऐसा एक समर्पित मन हमारे अंदर है क्या? വചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള ഒരു സമർപ്പണ ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടോ? आज इस सुबह के समय में हम अपने जीवन की ओर जांचना है कि प्रभु का वचन आमीन, जो इतने आसानी से, इतने आमीन हालेलुया सामान्य लोगों को समझने वाले भाषाओं में जब उपलब्ध किया गया है, इस वचन के अंदर हमारे जीवन और भक्ति के लिए जो भी हमारी जरूरतें हैं वो सब कुछ दिया गया है। ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. എല്ലാ മനുഷ്യർക്കും, സാധാരണ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിൽ സരളമായ ഭാഷയിൽ ഈ ദൈവവചനം നമുക്ക് ലഭിക്കുമ്പോൾ നാം അതിനെ മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ, അത് ഉൾക്കൊള്ളുവാനുള്ള തയ്യാറിലാണോ? आमीन, प्रेज द लॉर्ड। प्रभु का वचन कहता है कि डैनियल एक आमीन प्रभु का वचनों को पढ़ने के लिए और प्रभु का वचनों में से प्रभु ये आमीन यहोवा की बातों को समझने के लिए वो अपने जीवन में एक समर्पण को रखता था। ദൈവവചനം പറയുന്നു, ദാനിയേൽ ദൈവത്തിന്റെ ആലോചനകളെ, ദൈവത്തിന്റെ വചനങ്ങളെ ഗ്രഹിക്കാനും പഠിക്കുവാനും ദൈവത്തെക്കുറിച്ച് അറിയുവാനുള്ള ഒരു സമർപ്പണമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു. आमीन, केवल उसकी प्रार्थनाएं, केवल उसकी उपवास आमीन किसी आमीन हालेलुया इमोशनल बातों में आधारित नहीं था, परंतु वचन में जो परमेश्वर के बारे में बताया गया है, जो अपने लोगों के बारे में भविष्यवाणी की पुस्तकों में बताया गया है, उसी के अनुसार वो प्रभु की उपस्थिति में उपवास और प्रार्थना करने का संकल्प लिया था। ദാനിയേലിന്റെ പ്രാർത്ഥനയും ഉപവാസവും തന്റെ വ്യക്തിപരമായ ഇമോഷണലായ ഏതെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല. തന്റെ ജനത്തിന്റെ അവസ്ഥ, തന്റെ ജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉപവാസവുമായിരുന്നു ദാനിയേൽ നടത്തിയത്. आमीन, प्रेज द लॉर्ड। तीसरी बातों को आमीन बताकर समाप्त करना चाहूंगा। डैनियल अपने जीवन में एक आमीन अनुशासन के अनुसार पालन करने वाला आमीन एक व्यक्ति रहा है। മൂന്നാമതായി ദാനിയേലിനെ കുറിച്ച് നമ്മൾ കാണുന്നത്, അവൻ അവന്റെ ജീവിതത്തിൽ എല്ലാ നിയമങ്ങളും അനുസരിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
एक डिसिप्लिन डैनियल का जीवन में हम आमीन देख सकते हैं। ആമേൻ. ഒരു ഡിസിപ്ലിൻ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു അച്ചടക്കമുള്ള ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. आमीन। दानियेल की पुस्तक उसके 6 अध्याय इसके 10वें आयत में हम देखते हैं आमीन, जब आमीन दानियेल को मालूम हुआ कि उस पत्र पर हस्ताक्षर किया गया है, तब वह अपने घर यरूशलेम की ओर तो अपने घर में गया, जिसकी उपरोती को कोठरी की खिड़कियां यरूशलेम की ओर खुली रहती थी, और अपने रीति के अनुसार जैसे वे दिन में 3 बार अपने परमेश्वर के सामने घुटने टेक कर प्रार्थना और धन्यवाद करता था, वैसा ही तब भी करता रहा। ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. आमेन, प्रेज द लॉर्ड, हालेलुया। विषय आने पर नहीं था, डैनियल की प्रार्थना करने गया, उपवास करने गया, अपने घर के ऊपर बड़ी समस्याएं आने के समय नहीं था। डैनियल ऐसे एक प्रार्थना का अनुभव में या डिसिप्लिन में जाने लगा, लेकिन वचन कहता है जैसे वे दिन में 3 बार करते आए हैं, वैसे ही उसने आगे भी करता रहा। ആമേൻ. ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു വിഷയം കടന്നു വരുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രശ്നം കടന്നു വരുമ്പോഴുള്ള പ്രാർത്ഥനയല്ല, പിന്നെയോ അവന്റെ ജീവിതത്തിൽ താൻ നിത്യം ചെയ്തുകൊണ്ട് വന്ന ഒരു രീതിയുണ്ട്. നിത്യം ചെയ്തുകൊണ്ട് വന്ന രീതിയിൽ തന്നെ അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങി. आज इस सुबह के समय में प्रियो, हम अपने जीवन की ओर जांचें, हमारी आमीन प्रार्थना, हमारी आराधना में एक डिसिप्लिन हम पालन कर रहे हैं या नहीं है। ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ പ്രാർത്ഥന ജീവിതം, നാം ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു അച്ചടക്കത്തോടു കൂടെ, അല്ലെങ്കിൽ അത് ദിവസവും ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ നമ്മൾ ചെയ്തു വരുന്നത്? आमीन, प्रेज द लॉर्ड। आज आमीन, हालेलुया, आमीन, कई विश्वासियों को हम देखते हैं आमीन, प्रेज द लॉर्ड, जब समस्याएं आती हैं तब वे लोग प्रार्थना को ढूंढते हैं या प्रार्थना करने के लिए लोगों के पीछे जाते हैं। ഇന്ന് അനേകം വിശ്വാസികളെ നമുക്ക് കാണുവാൻ കഴിയും, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും പ്രാർത്ഥനയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നത്. आमीन, प्रेज द लॉर्ड। लेकिन आमीन, डैनियल जैसे लोगों को हम वचन में पाते हैं कि वे लोग एक अनुशासन को, एक डिसिप्लिन को अपने जीवन में पालन करते आते थे, और उसी में से वे कभी भी विचलित नहीं होते थे। എന്നാൽ ദാനിയേലിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ, താൻ നിത്യം ചെയ്തുകൊണ്ട് വന്ന, അല്ലെങ്കിൽ ദിവസവും ചെയ്തു കൊണ്ടുവന്ന രീതിയിൽ ആ നിയമപ്രകാരം മാത്രമാണ് ദാനിയേൽ പ്രാർത്ഥിക്കുന്നത്. आज सुबह के समय हम अपने जीवन की ओर जांचना है कि हमारे अंदर प्रभु के प्रति आराधना और प्रार्थना में एक डिसिप्लिन वाला एक जीवन को हम पालन कर रहे हैं या नहीं है। ഇന്ന് പകൽക്കാലം നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവസന്നിധിയിൽ ആരാധിക്കുന്നത് ആ നിയമപ്രകാരം, ആ വ്യവസ്ഥ പ്രകാരം, ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു പ്രാർത്ഥനയാണോ? आमीन, नहीं तो आमीन, प्रेज द लॉर्ड, हालेलुया, हमारे जीवन में आमीन, प्रेज द लॉर्ड, हम उस लक्ष्य को हम हर दिन आमीन अपने जीवन में हासिल नहीं करते हैं, तो हमारे जीवन में वो लक्ष्य को खोने वाली एक आमीन एक जीवन हम जी रहे हैं, तो वचन कहता है हमारे जीवन में हम पाप में जीते हैं। ആമേൻ. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്നില്ല എങ്കിൽ, ആ ലക്ഷ്യത്തോടു കൂടെ അല്ല നമ്മുടെ പ്രാർത്ഥനയാണെങ്കിൽ, നമ്മുടെ ജീവിതം പാപത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയിലാണ്. क्योंकि पाप का जो मूल शब्द आमीन को हम उठाकर देखेंगे, तो उसका आमीन उसका मूल शब्द का अर्थ इतना ही है, हमाटियां जो आमीन यूनानी शब्द में हम देखते हैं, उसका मूल शब्द का अर्थ है मिसिंग द मार्क, उस लक्ष्य को खो जाना।
ആ പാപത്തിന്റെ മൂലപദം നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ലക്ഷ്യത്തെ മറന്നു കളയുന്നതായിട്ടാണ് അതിന്റെ അർത്ഥം കാണുന്നത്. आमीन। या फिर वो लक्ष्य को छूने से चूक जाना। मान लीजिए एक व्यक्ति एक शूटिंग का गेम खेल रहा है, तो उस व्यक्ति को उस बीच का जो लाल हिस्सा है वहीं पर यदि वो मारे तो ही उसको इनाम मिलेगा, लेकिन उसके आसपास में कहीं पर भी लगने से उसको कोई इनाम नहीं मिलता है। ऐसे ही हमें पाप के अनुभव हमारे जीवन में, यदि हम उस लक्ष्य को नहीं छू पाते हैं, बार बार उस लक्ष्य से हम आमीन इधर उधर जा रहे हैं, तो हमारा जीवन पाप की अवस्था में है, ऐसे प्रभु का वचन हमें समझाता है। പ്രിയമുള്ളവരെ, ഒരു വ്യക്തി ഷൂട്ടിങ്ങിൽ നിൽക്കുമ്പോൾ, അതായത് താൻ പ്രൈസ് ദി ലോർഡ് റൈഫിൾ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ തനിക്ക് ആ ഷൂട്ട് ചെയ്യേണ്ടതായ ആ കറക്റ്റ് ആയിട്ടുള്ള ചുമന്ന ബിന്ദുവിൽ തന്റെ ഗോലി പതിക്കുന്നില്ല എങ്കിൽ, അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തനിക്ക് ആ ഷൂട്ട് ചെയ്തുകൊണ്ടുള്ള പ്രതിഫലം ലഭിക്കത്തില്ല, തനിക്ക് അവിടെ ജയിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെങ്കിൽ, അതുപോലെ നമുക്ക് പോകുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പാപത്തിലേക്ക് നയിക്കപ്പെടുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. आमीन। इसलिए प्रभु के लोगों, परमेश्वर का वचन बहुत स्पष्ट रीति से हमें समझाता है कि एक आत्मिक व्यक्ति का जीवन हमेशा अनुशासन में चलना जरूरी है, एक डिसिप्लिन्ड लाइफ होना जरूरी है। ആകയാൽ പ്രിയമുള്ളവരെ, ദൈവ മക്കളുടെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഡിസിപ്ലിൻ ഉള്ള, അല്ലെങ്കിൽ ആ വ്യവസ്ഥ പ്രകാരം, ആ നിയമപ്രകാരം അച്ചടക്കത്തോടെ പോകുന്ന ഒരു വ്യക്തി ആയിരിക്കേണ്ടത് ആവശ്യമാണ്. आमीन। प्रेज द लॉर्ड, हालेलुया। आमीन। परमेश्वर का वचन आमीन इब्रानियों की पत्री उसके 12 अध्याय आमीन उसके 5वें आयत का आमीन दूसरे भाग में इस प्रकार लिखता है, हे मेरे पुत्र, प्रभु की ताड़ना को हल्की बात ना जान, और जब वह तुझे घुड़के तो साहस ना छोड़। എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. आमीन। प्रेज द लॉर्ड, हालेलुया। वहां पर आमीन इंग्लिश में यदि आप पढ़ेंगे, आमीन वहां पर लिखता है कि परमेश्वर अपने बच्चों को डिसिप्लिन में लेकर चलने चाहता है। ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ദൈവം തന്റെ മക്കളെ ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കമുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ കഴിയും. 6 आयत में इसलिए लिखता है, क्योंकि प्रभु जिससे प्रेम करता है उसको ताड़ना भी करता है। അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. आमीन। प्रेज द लॉर्ड, हालेलुया। आज इस सुबह के समय में मेरे प्रिय लोगों, एक डिसिप्लिन वाले एक अनुभव में हम और आपको अपने जीवन में आज तक हम नहीं आ पाए हैं, तो ले चलना बहुत आवश्यक है, क्योंकि परमेश्वर ने भी हमें अपने जीवन से यही बातों को सिखाया है। പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മളൊരു ഡിസിപ്ലിൻ ഉള്ള ഒരു ജീവിതം നയിക്കുവാൻ, ആ വ്യവസ്ഥ പ്രകാരം മുന്നേറുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ആഹ്വാനം ചെയ്യുന്നു. आमीन। प्रेज द लॉर्ड। आज इस सुबह में आमीन डैनियल के जीवन से 3 बातों को हमने देखने में परमेश्वर ने हमें मदद किया। ഇന്ന് പകൽക്കാലം നമുക്ക് ദാനിയേലിന്റെ ജീവിതത്തിൽ നിന്നും 3 കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ദൈവം കൃപ ചെയ്തു. पहला है, उसने अपने जीवन में एक दृढ़ संकल्प को रखा था। ഒന്നാമത്, അവൻ ദൈവസന്നിധിയിൽ ഒരു ദൃഢമായ, ഒരു ഉറപ്പുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു. आमीन। वो अपने जीवन में अपने लोगों के प्रति, अपने देश के प्रति, अपने देश की उजड़ी हुई अवस्थाओं के प्रति आमीन प्रेज द लॉर्ड एक आलसता का जीवन नहीं रहा, परंतु एक दृढ़ संकल्प के साथ वो निर्णय लेता है कि मैं अपने लोगों के लिए उपवास करूंगा, प्रार्थना करूंगा, टाट पहनूंगा, राख अपने ऊपर डालकर मैं अपने लोगों के लिए गिड़गिड़ाऊंगा, अपने लोगों के पाप को आमीन प्रभु के सामने कबूल करते हुए मैं अपने लोगों के लिए उद्धार का कार्यों को देखूंगा।
അവൻ ഒന്നാമത് അവൻ ഉറപ്പുള്ളവനായിരുന്ന തീരുമാനം എടുത്തത് തന്റെ ജനത്തിന്റെ ദുരവസ്ഥ കണ്ടിട്ട്, ആ ദേശത്തിന്റെ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥ കണ്ടിട്ട്, ആ ദേശത്തിന് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും രട്ടിലും വെണ്ണീരിലും ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനും താൻ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു ദാനിയേൽ. दूसरी बात हमने देखा कि डैनियल अपने जीवन में एक आमीन एक डेडिकेशन एक समर्पण उसके अंदर रहा। आमीन डेडिकेशन किसके प्रति है पूछा जाए तो वो वचन के प्रति और परमेश्वर के आमीन आज्ञाएं प्रभु का भविष्यवाणियां क्या क्या है उसके प्रति आमीन शिक्षा प्राप्त करने के लिए जानकारियों को जानने के लिए वे आमीन अपने जीवन को समर्पित किया एक व्यक्ति रहा। രണ്ടാമത് അവൻ ഒരു സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ആ സമർപ്പണം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പ്രവചനങ്ങളും ദൈവത്തിന്റെ ആലോചനകള് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ആ വചനപ്രകാരം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ വേണ്ടി ഒരു സമർപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. Praise the Lord। आज हमने अपने आप को पूछना जरूरी है कि क्या हम परमेश्वर का वचन को सीखने के लिए इतना समर्पण अपने जीवन में दिखा पाते हैं क्या। തൽക്കാലം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നാം ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ഇത്രത്തോളം സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണോ? तीसरे बात को हमने वचन में से देखा कि डैनियल अपने जीवन में एक डिसिप्लिन पालन करने वाला व्यक्ति था। മൂന്നാമത്തെ വിഷയം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കണ്ടത്, അവൻ ദൈവസന്നിധിയിൽ ആമേൻ ഒരു ഡിസിപ്ലിൻ ഉള്ള വ്യക്തിയായിരുന്നു. आमीन कभी भी वो अपने लक्ष्य में से आमीन चाहे राजा का आज्ञा निकले राजा का हस्ताक्षर हुआ आमीन बातों को उसने जान लिया तो भी अपने लक्ष्य से वह कभी भी विचलित नहीं हुआ। ആമേ രാജാവിന്റെ കൽപ്പന വന്നാൽ തന്നെയും ഏതെല്ലാം വിഷയങ്ങൾ കടന്നു വന്നാലും തന്റെ ലക്ഷ്യത്തിൽ നിന്നും താൻ വ്യതിചലിക്കുന്ന വ്യക്തി ആയിരുന്നില്ല ദാനിയേൽ. आज आमीन इस सुबह के समय में हम अपने जीवन को जांचना है क्या हमारा जीवन ऐसा एक अनुशासित जीवन है क्या। ഇന്ന് പകൽക്കാലം നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. ഈ വ്യവസ്ഥ പ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ നാം? आमीन प्रेज द लॉर्ड। वचन हमें एक बात को सिखाता है यदि हम अपने लक्ष्य में से चूक जाते हैं तो हम पाप में गिर जाते हैं कर कर प्रभु का वचन एक चेतावनी के रूप में हमें बात को समझाता है। ദൈവവചനം ഇന്ന് പകൽക്കാലം നമുക്ക് ഒരു വ്യക്തമായ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്, നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്നും മാറുന്നവരാണെങ്കിൽ നാം പാപത്തിലേക്ക് വഴുതി വീഴാൻ സാധ്യതയുണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. इसलिए हम अपने जीवन को समर्पित रखेंगे प्रार्थना में रहेंगे और प्रभु से प्रार्थना करना जरूरी है कि प्रभु मेरे अंदर एक अनुशासन का जीवन को दे ताकि उस लक्ष्य में से कभी मैं भटक ना जाऊं। അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, കർത്താവേ ഒരു അനുസരണമുള്ള ആ ദൈവ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. प्रेज़ द लॉर्ड। हमने पढ़े हुए वचन की ओर हम लौट कर आते हैं। वहां पर प्रभु का वचन इस प्रकार लिखा है, इसलिए आमीन जब तू गिड़गिड़ा कर विनती करने लगा तब ही इसकी आज्ञा निकली, इसलिए मैं तुझे बताने आया हूं क्योंकि तू अति प्रिय ठहरा है, इसलिए उस विषय को समझ ले और दर्शन की बात का अर्थ को जान ले। അതുകൊണ്ട് നാം ഇന്ന് പകൽക്കാലം വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരാം. അവിടെ ഇങ്ങനെ പറയുന്നു, നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. आमीन। दानियल प्रार्थना करने वाला व्यक्ति था, एक समर्पण रखने वाला व्यक्ति था, एक दृढ़ संकल्प रखने वाला व्यक्ति था, एक अनुशासन को पालन करने वाला व्यक्ति था। इसी के कारण दानियल अपने जीवन में अपनी प्रार्थना का उत्तर प्रभु की ओर से पाता है, प्रभु से कहता है कि तू अति प्रिय ठहरा है। ദാനിയേൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അവൻ ദൈവത്തിന്റെ വ്യവസ്ഥകളെ പാലിക്കുന്ന വ്യക്തിയായിരുന്നു. ദൈവവചന പ്രകാരം മുന്നേറുന്ന വ്യക്തിയായിരുന്നു. അവൻ ദൈവ ആലോചന പ്രകാരം ഒരു നിയമപ്രകാരം ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, നീ ഏറ്റവും പ്രിയനാണ്. आमीन प्रेज़ द लॉर्ड। आज सुबह के समय हम परमेश्वर से आमीन क्या सुनना पसंद करेंगे।
ഇന്ന് പകൽക്കാലം നാം ദൈവസന്നിധിയിൽ നിന്നും എന്ത് കേൾക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? आमीन, प्रेज द लॉर्ड, हालेलुया। नए नियम में आमीन, यीशु मसीह आमीन दृष्टांतों में एक बात को बताता है, अंत के दिनों में आमीन, हे अच्छे और विश्वास योग्य दास या आमीन हे दुष्ट सेवक, क्या इनमें से कौन सी बात हम सुनना पसंद करेंगे? ആമേൻ. ദൈവവചനം അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉപമകളാൽ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, അന്ത്യകാലത്തിൽ നിങ്ങൾ വിശ്വസ്തനായ ദാസനെ എന്ന് വിളിക്ക് യോഗ്യനായി തീരുമോ, അതോ ദുഷ്ടദാസനെ എന്ന വിളിക്ക് യോഗ്യനായി തീരുമോ? हम अपने आप को परखना जरूरी है, हम दूसरों को जांच नहीं सकते, हम अपने आप को जांचना है कि हमारा जीवन आज कैसी अवस्था में है। നാം മറ്റുള്ളവരെ പരിശോധിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. നാം നമ്മെ തന്നെ പരിശോധിക്കുക, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. മറ്റുള്ളവരല്ല ശോധന ചെയ്യേണ്ടത്, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നാം ഇന്നായിരിക്കുന്ന അവസ്ഥ ഏതാണ്? आमीन, क्या हमारे अंदर एक दृढ़ संकल्प है नाश होने वाले हमारे देश के, हमारे आमीन प्रिय लोगों के प्रति हम एक प्रार्थना, एक उपवास, एक समर्पण के लिए हम क्या तैयार हैं? നശിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി, ആമേൻ, നമ്മുടെ ദേശത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ നാം ഒരുക്കമുള്ള സമർപ്പിക്കപ്പെട്ട വ്യക്തിയാണോ? हम एक अनुशासन का एक जीवन जीने वाला व्यक्ति हैं क्या? നിയമപ്രകാരം, വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? आमीन, ऐसा नहीं है तो आज एक दिन फिर से हम प्रभु के हाथों में हम समर्पित करें। यदि हम ऐसे करते आए हैं तो, और प्रभु को हम प्रभु से कहे, प्रभु और आगे बढ़ने में मुझे आप मदद और सहायता करना प्रभु। അങ്ങനെയല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം, മടങ്ങി വരാം. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇനിയും അതിൽ മുന്നേറുവാൻ, ഉറച്ചു നിൽക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. आइए अपनी आंखों को बंद करेंगे, हम प्रार्थना करेंगे। പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. हमारे स्वर्गीय पिता, हम आपको धन्यवाद देते हैं, इस सुंदर समय के लिए धन्यवाद, आपकी उपस्थिति में आने के लिए। प्रभु, आपने हमें दिया हुआ अवसरों को उपयोग करने के लिए, आपने हमें सामर्थ्य दिया, बल दिया, आपके वचन से आपने हमें तृप्त किया, इसलिए धन्यवाद। डैनियल के जैसा एक दृढ़ संकल्प का जीवन, एक अनुशासन का जीवन और एक समर्पण का जीवन हमारे अंदर होने के लिए आप सहायता कर। आज यहाँ पर बैठे हुए आपके प्रिय लोगों के लिए हम प्रार्थना करते हैं, सबको प्रभु आने वाले दिनों में बड़े निश्चय के साथ, बड़े समर्पण के साथ, बड़े एक अनुशासित एक जीवन के साथ आगे बढ़ने में आप सबको मदद करें। प्रार्थनाओं को आमीन अगुवाई देने वाले प्रभु के दासों के लिए धन्यवाद करते हैं प्रभु। आगे की समय को चलाने वाले आपके प्रिय लोगों को भी आपके हाथों में सौंपते हैं। आप सबको सामर्थ्य दे, बल दे, सबको अगुवाई कर। प्रार्थनाओं को सुनने के लिए धन्यवाद। यीशु मसीह के नाम से प्रार्थना मांगते हैं, सुन दया से कबूल कर। आमीन, आमीन, आमीन। थैंक यू पास्टर, प्रेज लॉर्ड।